ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനൊരു കുഞ്ഞ് ഇ ബുക്ക് ആമസോണിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ, നമ്മുടെ വേൾഡ് കപ്പ് സ്വപ്നം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരു ഫുട്ബോൾ ആരാധകൻ പോലും ഈ ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായി ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തലച്ചോറിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് ആശയങ്ങളുണ്ട്. പല സൈഡിലുമായിട്ട് നിങ്ങളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ എൻ്റെ തലയിലുള്ളതുപോലെ ആശയങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്യാം എന്ന രീതിയിൽ ആലോചിച്ച് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ലെങ്തി ആവും, വീഡിയോയിൽ ഒതുങ്ങില്ല എന്ന് തോന്നി. ഒരു 35 പേജുള്ള ഒരു PDF ആയിട്ട് ഞാൻ അതിനെ തയ്യാറാക്കി. ഒരു ഇ ബുക്കായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ആമസോണിൽ മലയാളത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി ഒരു പുസ്തകവുമില്ല. അങ്ങനെയാണെങ്കിൽ അത് അവിടെ കൊണ്ട് പബ്ലിഷ് ചെയ്യുക, അതിന് നല്ല റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ മലയാളി ഫുട്ബോൾ കമ്മ്യൂണിറ്റിക്ക് ഒരു അഭിമാനം തന്നെയാണ്. അങ്ങനെ ഞാൻ ആ 35 പേജുള്ള കുഞ്ഞ് PDF ഒരു ബുക്കായിട്ട് ആമസോണിൽ പബ്ലിഷ് ചെയ്യുന്നു. ആബ്സെന്റ് 11 എന്നാണ് ആ ബുക്കിന്റെ പേര്. നമുക്കറിയാം, ആ 11 കളിക്കാരെ കാണാനില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ എപ്പോഴും അതിനെ പറയാനുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ 11 കളിക്കാരെ കണ്ടെത്താനുള്ള ഒരു നെട്ടോട്ടം ആയതുകൊണ്ട് തന്നെ ഒരു 11 ചാപ്റ്ററുകളായിട്ട് ഞാൻ കുറേയധികം റീസൺസ് ഇതിന്റെ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് വെറുതെ റീസൺസ് കുറ്റം പറയുന്നത് മാത്രമാണ് നിങ്ങൾ കണക്കാക്കുന്നത്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും എവിടെ തിരുത്താൻ സാധിക്കുമെന്നുള്ള അറിവാണ് പകർന്നു തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫീൽഡിൽ ഇറങ്ങി വലിയ പ്രാക്ടിക്കൽ നോളജുള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ടുള്ള പോരായ്മകൾ ചിലപ്പോൾ നിങ്ങൾ ആ പുസ്തകത്തിൽ കണ്ടേക്കും. പക്ഷേ തിയററ്റിക്കലി ആ പുസ്തകം നിങ്ങൾക്ക് വളരെയധികം അറിവ് നൽകും. നമ്മൾ ഫ്രീ ആയിട്ട് ഇത് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ 49 രൂപ മാത്രമേ അതിൽ മിനിമം കൊടുക്കാൻ പറ്റത്തുള്ളൂ ആമസോണിൽ. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് ഇതാണ്, 5 ദിവസത്തേക്ക്, ഇനിയുള്ള 5 ദിവസത്തേക്ക് ആ ഒരു ഇ ബുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ആമസോണിൻ്റെ ഒരു ഫ്രീ പ്രൊമോഷൻ പോളിസിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും ആ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും ഒരു റേറ്റിംഗ് വിടുക. നമ്മുടെ ഫുട്ബോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വാദവരാതെ ഇങ്ങനെ പറയുകയും നിങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തൊരു ആക്സെപ്റ്റൻസ് ഇല്ല. അതേസമയം ആമസോൺ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ആശയങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ജനസമ്മതി ലഭിക്കും. ബുക്കിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുശേഷം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അവിടെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഫ്രീ പ്രൊമോഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. എനിക്ക് കാര്യം വല്ലാതെ വലിച്ചു നീട്ടുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് പേരുടെ സഹകരണത്തിന് വളരെ നന്ദി. ഇനി ബുക്കിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.